അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഇസ്മാണ് സബൂർ എന്നത്. കൂടുതൽ ക്ഷമിക്കുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. ഇതിൻ്റെ അബ്ജദീയത്ത് 298 പരിശുദ്ധ ഖുർആനിൽ ഇത് വന്നിട്ടില്ല. അസ്മാഉൽ ഹുസ്നയുടെ ഒരു മനോഹാരിതയാണ് ഏറ്റവും തുടക്കത്തിലുള്ള ഇസ്മാകുന്ന റഹ്മാൻ എന്ന ഇസ്മിൻ്റെ അബ്ജദീയത്തും 298. ഏറ്റവും അവസാനമായി പറയുന്ന സബൂർ എന്ന ഇസ്മിൻ്റെ അബ്ജദീയത്തും 298. തെറ്റ് ചെയ്യുന്ന ആളുകളെ പെട്ടെന്ന് ശിക്ഷിക്കാത്തവൻ, ശിക്ഷയെ പിന്തിപ്പിക്കുന്നവൻ, പല രൂപത്തിലുള്ള തെറ്റുകൾ സൃഷ്ടികൾ ചെയ്യുമ്പോഴും അവരെ ഒരു നിശ്ചിത സമയത്തേക്ക് ശിക്ഷിക്കാതെ നിലനിർത്തുന്നവൻ, പശ്ചാത്തപിക്കാനും തൗബ ചെയ്ത് നന്നാകാനുമൊക്കെയുള്ള അവസരങ്ങൾ ഔദാര്യമായി കൊടുക്കുന്നവൻ, ഒരു വിഷയത്തെയും അതിൻ്റെ സമയമാകുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെയ്യാത്തവൻ, ഓരോ കാര്യങ്ങളെയും നിശ്ചിതമായ കണക്ക് പ്രകാരം സംവിധാനിക്കുന്നവൻ, ഈ രൂപത്തിലെല്ലാം സബൂർ എന്ന ഇസ്മിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ പരിശുദ്ധമാക്കപ്പെടേണ്ടുന്ന പല കാര്യങ്ങളിൽ നിന്നും പലരും അള്ളാഹുവിനെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകുന്നു. അള്ളാഹുവിന് സന്താനങ്ങളില്ല, പങ്കുകാരില്ല, തുല്യനായവനില്ല. ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന വ്യക്തമായ കാര്യങ്ങളാണ്. എന്നാൽ പലരും അള്ളാഹുവിനെ പരിശുദ്ധമാക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ അതൊക്കെ അള്ളാഹുവിന് ചാർത്തിക്കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ട്. എന്നിട്ടും അള്ളാഹു അവരുടെ മേലിൽ കഠിനമായ ശിക്ഷ ഇറക്കാതെ ക്ഷമിക്കുന്നു. കാരണം അള്ളാഹു സബൂറാണ്. അള്ളാഹുവിനേക്കാൾ ക്ഷമ ഉള്ള വേറെ ഒരുത്തനുമില്ല എന്ന് ചില ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പ്രയാസപ്പെടുത്തലുകളുടെ മേലിൽ ക്ഷമിക്കുന്ന ഏതൊരുത്തനെ നാം എടുത്തു പരിശോധിച്ചാലും അതിൻ്റെയൊക്കെ മുകളിൽ ക്ഷമിക്കുന്നവനായി നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹുവിന് സബൂർ എന്ന പേര് ഉണ്ടായത്. സബൂർ എന്ന ഒരു വാക്ക് തന്നെ നമുക്ക് തരുന്ന വലിയ ഒരു ആശയം അള്ളാഹു ശിക്ഷകൊള്ളെ ഒരു നിലക്കും മുന്നിടുകയില്ല എന്നാണ്. അടിമകളിൽ അരുതായ്മകൾ വരുമ്പോൾ അത് മാപ്പ് ചെയ്യുകയാണ് അള്ളാഹു. അടിമകളിൽ സംഭവിച്ച തിന്മകളെ പൊറുക്കപ്പെടാനുള്ള സമയങ്ങളും സ്ഥലങ്ങളുമൊക്കെ അള്ളാഹു താല സംവിധാനിക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ ക്ഷമയുടെ ഉദാഹരണങ്ങളാണ്. ഒരു മനുഷ്യൻ സൃഷ്ടാവായ അള്ളാഹുവാണ് ഏറ്റവും വലിയ സബൂർ എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ അങ്ങേയറ്റം പ്രിയം വെക്കും, ഇഷ്ടപ്പെടും. കാരണം അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ചെയ്യുന്ന കാരുണ്യങ്ങളും അനുഗ്രഹങ്ങളും ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രിയം വെക്കുന്നവനാകും. ഒരു സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ മക്റിൽ നിന്ന് നിർഭയത്വമാവുകയും ഇല്ല. എപ്പോഴും എനിക്ക് ശിക്ഷ ലഭിക്കാം
ശിക്ഷ എന്നിൽ നിന്ന് ഇല്ലാതെയാകുന്നില്ല, എനിക്ക് ലഭിക്കേണ്ടുന്ന ശിക്ഷ പിന്തിപ്പിക്കപ്പെടുകയാണ്, ഇംഹാലാക്കപ്പെടുകയാണ്, പിന്തിപ്പിക്കപ്പെടുകയാണ്, ഇഹ്മാലാക്കപ്പെടുകയല്ല, ഒഴിവാക്കപ്പെടുന്നില്ല എന്ന ഒരു പേടി അവനിൽ ഉണ്ടാകും എന്നാണ്. സബൂർ എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തൽ മഹത്തുക്കൾ പഠിപ്പിച്ചു. അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ പരിപൂർണമായി അകന്നു നിൽക്കുക, അള്ളാഹുവിന് ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ ദീനിന് ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ അഹിലിന് ചെയ്യുന്ന ഖിദ്മത്തുകളെ നന്നാക്കുകയും സുന്നത്തിനെ പതിവാക്കുകയും ചെയ്യുക. സുന്നത്തുകളുടെ മേലിൽ, സുന്നത്തായ പ്രവർത്തനങ്ങളുടെ മേലിൽ, ഇബാദത്തുകളുടെ മേലിലൊക്കെ ക്ഷമ ഉള്ളവനായി മാറുക. അള്ളാഹുവിൻ്റെ ക്ഷമ കൊണ്ട് നീ വഞ്ചിതനാകാതിരിക്കുക. എത്ര തെറ്റ് ചെയ്തിട്ടും അള്ളാഹു ശിക്ഷിക്കുന്നില്ല, അതുകൊണ്ട് എൻ്റെ തെറ്റുകൾ അള്ളാഹു അറിയുന്നില്ല എന്ന നിലക്ക് ചിന്തിച്ചുകൊണ്ടോ മറ്റോ അള്ളാഹുവിൻ്റെ ക്ഷമ കാരണമായി നീ വഞ്ചിതനാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ എപ്പോഴും ഭയപ്പാടുള്ളവനായി മാറുക. ഈ രൂപത്തിലാണ് സബൂർ എന്ന ഇസ്മിനോട് ബന്ധം പുലർത്തേണ്ടത്. സബൂർ എന്ന ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കൽ മഹത്തുക്കൾ പഠിപ്പിച്ചു. മറ്റു സൃഷ്ടികളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ കൂടുതലായി ക്ഷമിക്കുന്നവനാകണം. അങ്ങേയറ്റം ക്ഷമിക്കാൻ വേണ്ടി നീ ത്യാഗം ചെയ്യണം. നിന്നിൽ ദേഷ്യത്തെ ഇളക്കിമറിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാലും നിന്റെ ശരീരത്തെ പിടിച്ചു കെട്ടുന്നതിൽ നീ പരിശ്രമിക്കണം. ഉലുൽ അസ്ം ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക എന്ന നിർദ്ദേശം ഇസ്ലാം മുന്നോട്ട് വെച്ചത് നമ്മൾ സബൂർ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഇബാദത്തുകളിൽ നമ്മൾ സബൂറാകണം. ഇബാദത്തുകൾ അതൊരു ഭാരമായി നമുക്ക് തോന്നരുത്. കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നതിന് പകരം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരാകണം. തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി ഒഴിവാകണം. അത് ഒരുപക്ഷെ നമ്മളുടെ ശരീരം നമ്മെ അനുവദിക്കുകയില്ല, എങ്കിലും ശരീരത്തിൻ്റെ പ്രയാസപ്പെടുത്തലുകളുടെ മേലൊക്കെ ക്ഷമിച്ച് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. സബൂർ എന്ന ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പഠിപ്പിച്ചു, നിന്നിലുള്ള ബലാഅുകൾ, വിപത്തുകളൊക്കെ നിന്നിൽ നിന്ന് ഇല്ലാതെയാകും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 100 പ്രാവശ്യം യാ സബൂറു യാ അല്ലാ എന്ന് ചൊല്ലുന്ന മനുഷ്യന് ആ ദിവസത്തിൽ മുസീബത്തുകൾ ബാധിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അവൻ്റെ അമലുകൾ കബൂലാകാൻ, സ്വീകാര്യമാകാൻ, ബലാഉകൾ മാറിക്കിട്ടാനൊക്കെ സബൂർ എന്ന ഇസ്മിനെ കൂടുതലായി അവൻ ചൊല്ലേണ്ടതുണ്ട്. അള്ളാഹു സബൂരിയത്തെന്ന ആ ഗുണം നമ്മളിലെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.